ദിലീപ് സാർ, പിന്നെ നമ്മൾ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ 2010 ദക്ഷിണാഫ്രിക്കയിൽ വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. യൂറോപ്യൻസിന് അതിന് ചെറിയൊരു വംശീയ മുൻവിധി വരെ ഉണ്ടായിരുന്നു. നമ്മൾ പറയാറുണ്ട് 14 ബ്രസീലിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, തൊഴിലാളി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഖത്തറിലെത്തിയപ്പോൾ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു യൂറോപ്യൻ കൺട്രീസിന്. അവരുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷേ നമ്മൾ അമേരിക്കൻ വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴും കുറവൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ മീഡിയാസും അല്ലാതെ ഉയർത്തി കാണിക്കുന്നില്ലെങ്കിലും ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ ഇറാനിൻ്റെ പ്ലേയേഴ്സ് പരസ്യമായിട്ട് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇറാഖിന്റെ ഒരു കളിക്കാരനെ ഇമിഗ്രേഷനിൽ പിടിച്ചു ചെയ്തു. അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ കൺസേൺസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാലും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള സ്ലോഗൻസ് ഒക്കെ കേൾക്കാനും സാധ്യതയുള്ളൊരു വേൾഡ് കപ്പ് ആണെന്നാണ് തോന്നുന്നത്, ഒരു കറണ്ട് വേൾഡ് പൊളിറ്റിക്സ് ഒക്കെ സെനാരി വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു അമേരിക്കൻ വേൾഡ് കപ്പിന് എങ്ങനെയാണ് സാർ നോക്കുന്നത്? എങ്ങനെയാണ് ഇത്? രാഷ്ട്രീയം മാറ്റി നിർത്താൻ പറ്റില്ല ഒരിക്കലും. ഒന്നാമതിപ്പോൾ ഇറാൻ കളിക്കാൻ പോകുന്നുണ്ട്, അവിടെ യുദ്ധം നടക്കുകയാണ്. പിന്നെ ഇറാഖിനും പണ്ട് ചരിത്രമുണ്ട് അമേരിക്കയായിട്ട്, പല രാജ്യങ്ങൾക്കും, മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ പല രാജ്യങ്ങൾക്കും. പിന്നെ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നൊന്നും പല ടീമുകളുടെയും ഫാൻസിനൊന്നും വിസ കൊടുക്കുന്നില്ല. അപ്പോൾ പല കളികളും ഇപ്പോൾ നമ്മൾ കാണാൻ പോകണം. ഇപ്പോൾ ഒരു സൗദി അറേബ്യ, കേപ്പ് വെർഡ്, ഇതിനൊന്നും ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഫാൻസ് ഉണ്ടാവില്ല. ഒരു ലോകകപ്പിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഫാൻസാണ് ശരിക്കും അത് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ആൾക്കാരില്ലെങ്കിൽ, ഇപ്പം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഹ്യൂസ്റ്റണിലൊരു വാമപ്പ് മാച്ചിന് പോയി, അർജൻറ്റീന ഹോണ്ടുറസ്. അതിന് കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അർജൻറ്റീന കളിക്കുന്നത് കാരണം. അത് 72,000 സീറ്റുള്ള സ്റ്റേഡിയം. ഇതേ സ്റ്റേഡിയത്തിലാണ് കേപ്പ് വെർഡെ സൗദി അറേബ്യ നടക്കാൻ പോകുന്നത്. അതിന് എത്ര തന്നെ ആൾ പോവും? ആ രണ്ട് രാജ്യത്തു നിന്നുള്ള ഫാൻസിന് വിസ കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് അതിൻ്റെ ഒരു എന്താ പറയുക ഫൈനാൻഷ്യൽ ലാഭത്തെക്കാളും ഒരു പ്രസ്റ്റീജ് സംഭവമാണ്. ഇപ്പോൾ ഖത്തറിനൊക്കെ ഒരു ലോകത്തിന് മുമ്പ് അവരൊരു എക്സിബിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുപോലെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അമേരിക്ക എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യമാണ്. അവരെ സംബന്ധിച്ച് ഇതിൽ എന്തായിരുന്നു? അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിലത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ഷിക്കാഗോ. 94 സോൾജർ ഫീൽഡിലാണ് ആദ്യത്തെ കളി കളിച്ചത്. ജർമ്മനി ബൊളിവിയ ആയിരുന്നു തോന്നുന്നു. പക്ഷെ ആ സോൾജർ ഫീൽഡ് ഇത്തവണ ഹോസ്റ്റ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഷിക്കാഗോയിലത്തെ മേയർ 2018 പറഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട. എന്നുവെച്ചാൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ലാഭം മുഴുവൻ ഫിഫയ്ക്ക് കിട്ടണു, റിസ്ക് മുഴുവൻ നമ്മുടെ. അപ്പം ഇത് പല ടൗണുകളിൽ ഇപ്പം തന്നെ പ്രതിഷേധമുണ്ട്. ഇപ്പം എല്ലാ ട്രെയിൻ ടിക്കറ്റിൻ്റെ പ്രൈസ് കൂടി, ഹോട്ടലിൻ്റെ വില കൂടി, എല്ലാം വില കൂടി. പക്ഷെ ലാഭം മുഴുവൻ അവസാനം ഫിഫയ്ക്കാണ് പോകാൻ പോകുന്നത്. ഈ ഒരു മറ്റേ കനേഡിയൻ ഒരു എയർപ്ലെയിൻ കമ്പനി ഒരു ആഡ് ഇട്ടിരുന്നു. അതായത് ഇംഗ്ലണ്ടിൽ പോണേക്കാളും ലാഭമാണ്, ഇംഗ്ലണ്ടിൽ പോണതാണ് ലാഭം ഇംഗ്ലണ്ടിനെ കളി കാണുന്നേക്കാളും. വളരെ നല്ലൊരു ആഡായിരുന്നു, ഞാൻ കണ്ടു അത്. ഗോ ടു സ്പെയിൻ ഇത്ര $700, വാച്ച് സ്പെയിൻ $3000. അപ്പം അതാണ്, അത്രയും പ്രൈസാണ് ടിക്കറ്റിന് വെച്ചിട്ടുള്ളത് ഫിഫ. എല്ലാവരും ഈ പൊളിറ്റിക്സിനെ പോലെ തന്നെ അമേരിക്കയിലെ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ കൺസേൺ ആണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഡിസ്കഷൻ ഉണ്ട്, ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് പല ടീമുകളും. ഇപ്പോൾ നമ്മൾ പല ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയൊക്കെ സ്കോഡ് തീരുമാനിക്കുന്നതിൽ വരെ ഈ അവരുടെ കോച്ച് ടുഹേൽ ഒരു ക്ലൈമറ്റ് ഘടകമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടാക്ടിക്സ് അതിനനുസരിച്ച് മാറ്റാൻ സാധ്യതയുണ്ട്. അതേസമയം ആരിക്കേനെ പോലുള്ളവരൊന്നും ക്ലൈമറ്റ് വലിയ ഘടകമല്ല എന്ന് പറയുന്നത്. ആര് എങ്ങനെയാണ് ഒരു അമേരിക്കയിലെ ക്ലൈമറ്റിനെ നോക്കിയത്? മോസ്റ്റ് ഡേഞ്ചറസ് വേൾഡ് കപ്പ് എന്നുള്ള രീതിയിൽ കുറേ ആർട്ടിക്കിൾസ് എഴുതി വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഇതിനൊരു ട്രയൽ റൺ നമ്മൾ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിൽ കണ്ടതാണ്. അപ്പം അന്ന് തന്നെ നിരവധി മാച്ചസിൽ നമുക്ക് ഈ ചൂടിൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ അതിലൊരു PSG അത്ലറ്റിക്കോ അവരുടെ ബ്ലോക്ക് ബസ്റ്റർ മാച്ചായിരുന്നു. ആ മാച്ച് കഴിഞ്ഞിട്ട് അത്ലറ്റിക്കോൻ്റെ ഡിഫൻഡറായിട്ട് മാർക്കോ യുറൻ്റെ പറഞ്ഞത് എൻ്റെ കാല് പൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ ലൂയിസ് എൻറിക്കെ മാച്ച് PSG ജയിച്ചുവെങ്കിലും ലൂയിസ് എൻറിക്കെ പറഞ്ഞത് ചൂട് അവരെ നല്ല രീതിയിൽ ബാധിച്ചു എന്ന രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചെൽസി അവരുടെ ഫ്ലോറിഡയിലെ ട്രെയിനിങ് സെഷൻ നിർത്തിവെക്കലുണ്ടായി ചൂട് കാരണം. പിന്നെ ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ നോർവേ ടീം വന്നിട്ട് ഒരു ഫീൽഡിൽ ഗ്രൗണ്ടിൽ കിടക്കുന്നത് കണ്ടു, തളർന്ന് കിടക്കുന്നത് കണ്ടു. അതേപോലെ അപ്പോൾ ഈ ചൂട് എങ്ങനെ പോയാലും വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഈ ഒരു മാച്ച് ഉണ്ടായിരുന്നു, മാമലോഡി സൺഡൗൺസ് വേഴ്സസ് ഡോട്ട്മുണ്ട്. അപ്പോൾ ആ മാച്ചിൽ നോക്കുമ്പോൾ നമ്മൾ ഡോട്ട്മുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ കാണാനില്ല. പിന്നെ നോക്കുമ്പോൾ അവർ ഉള്ളിലിരുന്ന് കളി കാണാം, കാരണം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം. സോ ഫിഫ അതിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ബ്രേക്സ് നൽകിയിട്ടുണ്ട്. പക്ഷേ വാട്ടർ ബ്രേക്സ് കൊണ്ട് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യെസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം
വെറുതെ ഒരു ഇടയിലൊരു വെള്ളം കൊടുത്തു എന്ന് വെച്ചിട്ട് അവർ ഒരു 90 മിനിറ്റ്സ് കളിക്കുമ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ പ്ലെയേഴ്സ് ഭയങ്കര രീതിയിൽ തളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ടീമുകൾക്ക് സ്ക്വാഡ് ഡെപ്ത് ഉള്ള ടീമുകൾക്ക് അത് നല്ല രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഉപയോഗിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ഈ ചൂടുള്ളത് കൊണ്ട് കളി കുറച്ച് ബോറിംഗ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ഭയങ്കര ഹൈ പേസിന് പകരം സ്ലോ പേസിൽ കളി പോകാൻ സാധ്യതയുണ്ട്. ആവണമെന്നില്ല. എന്താ വെച്ചാൽ പലപ്പോഴും ആ ഷോർട്ട് ബേസ്റ്റിൽ ടീംസ് അറ്റാക്ക് ചെയ്യും. ഇപ്പം അവിടെയാണ് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ടീംസിന് വലിയൊരു അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു സ്പെയിൻ ആയാലും ഫ്രാൻസ് ആയാലും ഇവർക്കൊക്കെ ബോൾ കീപ്പ് ചെയ്യാൻ അറിയാം. അപ്പോൾ അവരിടയ്ക്ക് ഇങ്ങനെ റണ്ണേഴ്സ് പോയി മറ്റേ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യും. അല്ലാത്ത സമയം അവർ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയും ചെയ്യും. അപ്പോൾ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ടീംസിനും പിന്നെ ഹരി പറഞ്ഞ പോലെ ഏറ്റവും നല്ല ബെഞ്ചുള്ള ടീംസിന് അവർക്ക് കളി മാറ്റാൻ പറ്റും. ഈ വെതർ വലിയൊരു കൺസേൺ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിനയാവുക യൂറോപ്യൻ ടീമുകൾക്ക് തന്നെയാണ്. കാരണം സൗത്ത് അമേരിക്കക്ക് ഓൾമോസ്റ്റ് പരിചയമുള്ള കാലാവസ്ഥയാണ്. ആഫ്രിക്കക്കും ഏഷ്യക്കും ഒന്നും അത്ര സീനല്ല. പക്ഷെ എന്നിട്ടും സാറ് പറയുന്നത് ഒരു യൂറോപ്യൻ ടീമിന് തന്നെയാണ് ഇതിലൊരു എന്താ വെച്ചാൽ അവർക്ക് ഡെപ്ത് ഉണ്ട്. ഇപ്പോൾ ഒരു എംബാപ്പയൊക്കെ 70 മിനിറ്റ് കഴിഞ്ഞ് മാറ്റിയാലും അത്ര തന്നെ മികച്ച കളിക്കാരെ അവർക്ക് കൊണ്ടുവരാനുണ്ട്. നേരെ തിരിച്ചിപ്പോൾ ഒരു ഏഷ്യൻ ടീം എടുക്കും. നമ്മളിപ്പോൾ ഒരു കൂബോനെ മാറ്റിക്കഴിഞ്ഞാൽ പകരം ജപ്പാൻ ആരെ കയറ്റും? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൗത്ത് അമേരിക്കൻ ടീമിലിപ്പോൾ എൻസിസു ഇപ്പം തന്നെ മിക്കവാറും പുറത്താണ്. പാരഗ്വേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റാക്കിംഗ് പ്ലെയർ. അപ്പം അങ്ങനത്തെ ഒരു കളിക്കാരനെ മാറ്റാനുള്ള ഡെപ്ത് ഇല്ല പല ടീമുകൾക്ക്. പിന്നെ ഫിഫ അതിനുവേണ്ടി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് അവരുടെ 104 മാച്ചസിൽ 37 മാച്ചസും ഈ 3 PM ലോക്കൽ ടൈം 3 PM മുന്നേ നടക്കും. 3 PM 3 PM മുന്നേ നടക്കുന്നതാണ്. അപ്പോഴാണ് ഏറ്റവും ചൂടുള്ള കാലാവസ്ഥ. അപ്പോൾ 40 മത്സരങ്ങൾ ആ ഒരു ടൈമിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അവർ ഫിഫ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂറോപ്യൻ ടെലികാസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരിക്കണമെന്ന് പറയുന്നത്. പക്ഷേ അത് ഈ ചൂടത്ത് കളിപ്പിക്കലാണോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ 37 മാച്ചസിൽ 27 മാച്ചസും സൺറൂഫുള്ള സ്റ്റേഡിയത്തിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലാന്റയിലൊക്കെ ഡെയിംലെ ബെൻ സ്റ്റേഡിയത്തിലൊക്കെ റൂഫ് ഉണ്ട്. അപ്പോൾ അവിടെ അത്ര വലിയൊരു ഫാക്ടർ അല്ല ഈ ചൂട്. ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേഡിയം വരുമ്പോഴാണ് പ്രത്യേകിച്ചും ഈ ഇതൊരു ഫാക്ടർ ആകുമ്പോൾ. അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ കുറച്ചുകൂടി ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഒരു മാജിക്കൽ ടച്ച് ഉള്ള പ്ലേസിനേക്കാൾ ഒരു അത്ലറ്റിക് മികവുള്ള പ്ലേയേഴ്സ് നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഉള്ള. അപ്പോൾ ഈ വേൾഡ് കപ്പ് ഫൈനൽ വരെ അവർ ഷെഡ്യൂൾ ചെയ്തിരുന്നത് 3 PM അപ്പോൾ അതേപോലെ ആഫ്രിക്കൻ ടീംസിനും ഈ നല്ല ഫിസിക്കലുള്ള ടീംസിനും ഹോൾഡ് ചെയ്ത് നിൽക്കാനും അവർക്ക് ആ ഒരു പിന്നെ അതുപോലെ ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ടീമിനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. നമ്മൾ യൂറോപ്യൻ ടീം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഫ്രാൻസ് സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ അധികം കറുത്ത വർഗ്ഗക്കാരും നോർത്ത് ആഫ്രിക്കൻസും ആണ്. അപ്പം അവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. ഇപ്പം നമ്മൾ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിചാരിക്കണം വെള്ളക്കാരെന്ന. അതല്ല. പല നെതർലൻഡ് സ്ക്വാഡ് നോക്കൂ, ബെൽജിയം നോക്കൂ, ഫ്രാൻസ്, ജർമ്മനി ഒക്കെ, ഇംഗ്ലണ്ട് നോക്കൂ, എത്ര പേരുണ്ട് കറുത്ത വർഗ്ഗക്കാർ. അപ്പം അതൊരു പണ്ടത്തെ പോലെ ഒരു ഫാക്ടർ അല്ല അത് ശരിക്കും. ഈ അമേരിക്കയിലെ ടൈമിങ് പകലിലേക്ക് വന്നത് വേൾഡിലെ മറ്റ് ടൈമിങ്ങൾ കൃത്യമാകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അതായത് ടി വി ടെലികാസ്റ്റ് ഇപ്പം ഇന്ത്യയിലും ചൈനയിലും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ആൾക്കാർ കണ്ടില്ലെങ്കിൽ പരാജയപ്പെടും ലോകകപ്പ്. ഇവിടെയാണ് ഏറ്റവും ഫാൻസ് ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് കാണാൻ സൗകര്യം ഒരിക്കലും ഇത്രയും വലിയൊരു ടൂർണമെൻറ്റിൽ എല്ലാ മാച്ചും എല്ലാവർക്കും സൗകര്യമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ആ ഏറ്റവും ഹൈ പ്രൊഫൈൽ മാച്ച് ഇപ്പോൾ ആദ്യ റൗണ്ടിൽ ബ്രസീൽ മൊറോക്കോ, അല്ലെങ്കിൽ അർജൻറ്റീന ഓസ്ട്രിയ, ഇംഗ്ലണ്ട് ക്രൊയേഷ്യ, ഫ്രാൻസ് നോർവേ, ഇതൊക്കെ എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുള്ള കളി. അത് അപ്പോൾ പറ്റണത്ര രാജ്യങ്ങളിലും അത് പ്രൈം ടൈമിലായിരിക്കണം. പക്ഷേ നമ്മൾ ഈ 1994 ഇതേ അമേരിക്കയിൽ വേൾഡ് കപ്പ് എടുക്കുമ്പോൾ അത് ഭയങ്കര സക്സസ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അന്നും ഇന്നും തമ്മിലുള്ളൊരു മാറ്റമായിട്ട് എന്താണ് തോന്നുന്നത്? മാറ്റം എന്താ പറയുക, ടാക്റ്റിക്കലായിട്ട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറേ ടീംസിൻ്റെ കളി തന്നെ ഇപ്പോൾ യൂറോപ്യൻ ടീംസ്, ഇപ്പോൾ ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഇവരൊക്കെ ഹൈ പ്രസ്സിങ് ടീംസാണ്. അപ്പോഴൊന്നും ആരും ആ ഒരു ശൈലി, വളരെ ചുരുക്കം ടീംസ് അങ്ങനെയൊക്കെ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ പക്ഷേ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ബെഞ്ചിൽ നിന്ന് കളിക്കാരെ കൊണ്ടുവരാം. ഇപ്പോൾ 60 മിനിറ്റ് പ്രസ് ചെയ്ത് തളർന്നൊരു കളിക്കാരനെ മാറ്റാൻ വേറൊരാളെ കൊണ്ടുവരാം. 6 സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരെ പറ്റുമല്ലോ എക്സ്ട്രാ ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ.
അപ്പം അത് 30 കൊല്ലം മുമ്പ് ഈ ഉണ്ടായിരുന്നു. സൗത്ത് അമേരിക്കൻ ടീമിന് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല, കുറച്ചുകൂടി പരിചിതമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. കുറേ പേര് MLS കളിക്കണവരുണ്ട് ആ ടീംസിന്ന്. മെസ്സി. അതെ, അപ്പം അവർക്ക് തീർച്ചയായിട്ടും പിന്നെ അവർക്ക് ടൈം സോൺ മാറേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ അവർക്ക് കുറേ ഫാൻസ് ഉണ്ടാവും അവിടെ നിന്നുള്ള. ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള പലരും അവിടെ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തവരുണ്ട്. അപ്പം ആ ഒരു ഫാൻ ബേസിൻ്റെ അഡ്വാൻറ്റേജ്. ഈ ഒരു ഫ്രണ്ട്ലി ഞങ്ങളുടെ ഹെയ്റ്റിയുടെ ഫാൻസ് നല്ല രീതിയിൽ ആ ഒരു സ്റ്റേഡിയത്തിൽ നിറഞ്ഞു വെക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടിരുന്നു. കരീബിയൻ ആണ് അടുത്തുള്ള. പിന്നെ ചൂട് മാത്രമല്ല എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നുന്നത്, ചൂട് മാത്രമല്ല അവിടെ തണ്ടർ സ്റ്റോം ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ ബെൻഫിക്ക ചെൽസി മാച്ച് ഉണ്ടായിരുന്നു. ആ മാച്ചിൽ ചെൽസി ലീഡായിരുന്നു 1-0. അത് കഴിഞ്ഞ് 87th മിനിറ്റിലാണ് 85th മിനിറ്റിൽ കളി നിർത്തിവെക്കലുണ്ടായി. അത് കഴിഞ്ഞ് 2 മണിക്കൂറോളം അത് നിർത്തിവെക്കലുണ്ടായി. എന്നിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ബെൻഫിക്ക ഈക്വലൈസ് ചെയ്തു. എക്സ്ട്രാ ടൈമിൽ ചെൽസി ജയിച്ചുവെങ്കിലും ആ ഒരു 2 മണിക്കൂർ ബെൻഫിക്കയ്ക്ക് കൂടുതൽ എനർജി കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു ഇമാജിൻ ചെയ്യാം, നമ്മളൊരു വേൾഡ് കപ്പ് ഫൈനൽ നടക്കുകയാണ്, ബ്രസീൽ അർജൻറ്റീന ആയിക്കോട്ടെ, 1-1 നിൽക്കുകയാണ്. ബ്രസീലിൻ്റെ ഡോമിനേഷൻ, അർജൻറ്റീന എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്നു. മൊമെൻറ്റം ബ്രസീലിൻ്റെ കയ്യിലാണ്. ആ സമയത്ത് ഒരു 87ാം മിനിറ്റിൽ കളി നിർത്തിവെക്കുന്നു. ആ അഡ്രിനാലിൻ നിർത്തിവെച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഈ ടീമുകൾക്ക് ഒരേപോലെ ഉണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ അത് അർജൻറ്റീനയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പിന്നിൽ നിൽക്കുന്ന ടീമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമോ? അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഫാക്ടറാണല്ലോ. വാട്ടർ ബ്രേക്ക് വരുമ്പോഴൊക്കെ ഈ ഡോക്ടേഴ്സിന് ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യം ഈ ബ്രേക്സ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ 2 മണിക്കൂറൊക്കെ. പക്ഷേ വാട്ടർ ബ്രേക്കിൻ്റെ ഇപ്പം 3 മിനിറ്റ് ആണെങ്കിലും കൂടി പെട്ടെന്ന് കുറേ നേരം ഓടണ ഒരു കളിക്കാരൻ ഓടേണ്ടത് നിർത്തി. പിന്നെ ആദ്യം 3 മിനിറ്റ് കഴിഞ്ഞ് ഓടാൻ പറഞ്ഞ് ഈ മസ്കുലർ ഇഞ്ചുറി വരാനുള്ള സാധ്യത വല്ലാതെ കൂടും. അപ്പം അവർക്ക് എപ്പോഴും അതൊരു പേടിയാണ്. ഈ ബ്രേക്ക് വരുന്നത് അവർക്ക് നല്ല കാര്യമല്ല. പിന്നെ അതുപോലെ സർവേക്കുള്ളത് ഇതൊരു ക്രൗഡിൻ്റെ സെലിബ്രേഷനാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഈ വിസ പ്രശ്നം, ഒരുപാട് രാജ്യങ്ങൾക്ക് ഫാൻസിനെ കയറ്റിവിടുന്നില്ല, ഇതൊക്കെ കൂടി മൊത്തത്തിൽ ലോകകപ്പിൽ ഒരു ഓളത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഖത്തറിൻ്റെ ഒക്കെ അവിടെ ഹോസ്റ്റ് ടീം വളരെ മോശമായിരുന്നു ഖത്തർ ലോകകപ്പിൽ. പക്ഷെ എന്നാലും അതൊരു വലിയൊരു സക്സസ് ആവാൻ കാരണം പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന്, പിന്നെ ഇന്ത്യയിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ എത്രയോ ആയിരക്കണക്കിന് ഫാൻസാണ് പോയത്. മൊറോക്കോ നിന്നും ട്യൂണീസിയയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ 40,000 ആൾക്കാരൊക്കെയാണ് ഖത്തറിൽ പോയി കണ്ടത്. അപ്പം ഇത്തവണ അതൊന്നും ആ ട്രാവലിംഗ് ഫാൻ ബേസ് ഇല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്, സ്കോട്ട്ലൻഡ്, സ്പെയിൻ, അവിടെ നിന്നൊക്കെ ആൾക്കാർക്ക് വിസ കൊടുക്കും. പക്ഷെ 10 ആഫ്രിക്കൻ രാജ്യങ്ങളുള്ള 8-9 ഏഷ്യൻ രാജ്യങ്ങൾ. ഇപ്പം ഇവിടെ നിന്നൊന്നും ആർക്കും നിങ്ങൾ വിസ കൊടുക്കുന്നില്ലെങ്കിൽ എന്താവേശം അവരുടെ കളികൾക്ക് ഉണ്ടാവുക? അതൊരു വലിയ. അതേപോലെ സൗത്ത് അമേരിക്കയിൽ നിന്നും ഇപ്പം ട്രംപിൻ്റെ ഇതിൽ പല സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും പ്രശ്നക്കാരാണ്. ബ്രസീലൊക്കെ ആയിട്ട് ഇപ്പം എപ്പോഴും മുടക്കാണ്. അപ്പം അവിടുന്ന് എത്ര പേർക്ക് വിസ കൊടുക്കും? അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളും പലയിടത്തും ലെഫ്റ്റ് ഗവൺമെൻറ് ആണ് വിസ എടുക്കാൻ.